ഇപ്പോൾ ഇവിടെ വന്നേക്കാണ്. ഡേ 2 ഓഫ് മലേഷ്യൻ വ്ളോഗാണ്. നമ്മളിപ്പോൾ ഉള്ളത് കിങ് പാലസിലാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. അതാ അവിടെ നിന്ന് ഇല്ല, കാണാൻ പറ്റുന്നില്ലേ? രസമുണ്ടല്ലേ? ആ ബാട്ടനെ കൊറേ ആയി. അവരുടെ പേരെന്താ എനിക്കറിയില്ല ഈ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ. പക്ഷെ ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വ്യൂ ആൻഡ് സൂപ്പർ സ്ഥലം കേട്ടോ. ഇത് ഏത് സ്ഥലം എന്നുള്ള പേര് എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ എനിവേസ് ഒന്നും പറയാനില്ല, ഭയങ്കര സീനറി റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല ഇവിടെ. നമ്മൾ വെയിലാണ് എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ വരുന്നത് നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവത്തില്ല. അത്രയും അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഞാനൊരു കണ്ടോ വ്യൂ ഉണ്ടോ? സൂപ്പറായിട്ടില്ലേ? ഇവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിലും ഇതൊക്കെ സ്കൈ എവരിത്തിങ്. ഞാൻ അങ്ങനെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് കണ്ടുപിടിച്ചു. ഇതൊരു മോണ്യുമെൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ടുഗു എന്തോ അങ്ങോട്ട് പറഞ്ഞു. അതെ, തമാൻ ടുഗു എന്ന് തോന്നുന്നു. ഓക്കെ, എന്തെല്ലാം അവിടെ നല്ല അടിപൊളി സ്ഥലമാണ് മോണ്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അടുത്തോട്ട്. നല്ല വെയിലാണ് ഇവിടെ. നമ്മുടെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥ തന്നെയാണ് അല്ലേ? അടിപൊളി ഫ്രീ. ആക്ച്വലി അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടി. അതാണ് ഞാൻ പിന്നെ ഇവിടുന്ന് എടുക്കാത്തത്. പക്ഷെ നമുക്കൊരു സെൽഫി എടുക്കും. ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്. അടിപൊളിയായിട്ടല്ലേ? എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. ഓ, ദിസ് ഇസ് എ ഹെവൻ ലൈക്ക് ഫീൽ. നമുക്ക് എന്ത് രസമാണ്. വാവ്, സൂപ്പർ. അതിൻ്റെ ഒരു വ്യൂ വൈഡ് ആംഗിൾ വ്യൂ കാണിച്ചു തരാം. ഇറ്റ്സ് സോ ഗുഡ് നോ? സോ അതിൻ്റെ കാര്യം അവിടെ കുറേ ആൾക്കാർ ഗെയിംസ് കളിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗെയിംസ് കളിക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്തും സൂം ഓഫൊക്കെ ചെയ്ത് എടുക്കുന്നത് കേട്ടോ.
നമ്മളിപ്പോൾ ഉള്ളത് മോസ്കിലാണ്. ഈ കാണുന്നത് കണ്ടോ, അതാണ് വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടോളസ്റ്റ് ബിൽഡിംഗ്. ഇത് ആക്ച്വലി ഒരു മോസ്കാണ് കണ്ടോ. അത് 3 മണിക്കാണ് നോൺ മുസ്ലിംസ് കയറാൻ പറ്റുന്നത്, അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. വ്യൂ ഒക്കെ കണ്ടോ. ഇതൊരു നല്ലൊരു മഴയും നല്ല ഭംഗിയെല്ലാം ആർട്ടിസ്റ്റും കാര്യങ്ങളും. വേറെന്താ അവിടെ എടുക്കാനുള്ളത്? ഇതൊക്കെ തന്നെ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ്. ആക്ച്വലി മലേഷ്യൻ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായിരുന്നു കേട്ടോ. അതെനിക്ക് അറിയത്തില്ല, അത് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ബ്രിട്ടീഷുകാരനെ ഉപേക്ഷിച്ചപ്പോൾ ചൈനീസും ഇന്ത്യൻസും ആയിരുന്നു കൂടുതൽ. അതിനുശേഷം മലേഷ്യയിലെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ എന്തോ സംഭവം നടത്തിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് അവർ ഇന്ത്യക്കാരെയും ചൈനീസിനെയൊക്കെ മാറ്റി മലേഷ്യൻസ് തന്നെ വേണമെന്നുള്ള ഒരു ഇതിലോട്ട് വന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ളൊരിതാണ്. അതാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. യുദ്ധമല്ല, ഇപ്പം ഇവിടെ വന്നിട്ടാണ് മലേഷ്യൻസ് അവരുടെ അവകാശങ്ങൾ വാങ്ങി ഒരു വാർ ആൻഡ് പീസിൽ പോകുന്നുണ്ട്. സോറി ഇവിടെ എല്ലായിടത്തും ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തെ പറ്റി ഒന്ന് പറഞ്ഞോ. സ്ഥല ഓക്കെ. ഒരു സ്ഥലത്ത് നിന്ന് നോക്കുവാണെങ്കിൽ അങ്ങോട്ട് ഉണ്ടാവും അവകാശങ്ങൾ മലേഷ്യൻ ജനത വന്ന സ്ഥലം. ഗ്രൗണ്ടിലെ സ്ക്വയറാണ്. ഞാൻ ഒരാളുടെ ഇന്റർവ്യൂ എടുക്കുവാണ്. ഇതേ പോകുന്ന ഇൻഡിപെൻഡൻസ് എന്താണ് പറയാ, കൊട കൂടി പോണേ. ഇൻഡിപെൻഡൻസും സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഇവിടെയാണ്. വേണമെങ്കിൽ ഇതിനെ പറ്റി, ആ കൊട കൂടി പോകുന്ന ആളെ പറ്റി എന്തെങ്കിലും പറയുമോ? സ്പീച്ച്ലെസ്. ഓക്കെ. പുരാതന എന്തെങ്കിലും പറയാനുണ്ടോ കണ്ണാടി വെച്ച ആളെ പറ്റി? പറഞ്ഞോളൂ. വാർ ആൻഡ് പീസ് ഉള്ള ഒരാളാണല്ലേ. വാർ ആൻഡ് പീസാണ്, യുദ്ധവും സമാധാനവും. അതാണ് ഫോട്ടോയ്ക്ക് ആർത്തിയുള്ള ഒരാള്. എല്ലാ സ്ഥലത്തും കാണും. അയ്യോ, അതാണ് ഞങ്ങളുടെ അങ്കിള്, ബേസിലങ്കിൾ. ഞങ്ങളുടെ ബേസിലങ്കിൾ പുള്ളി മലേഷ്യക്ക് വേണ്ടിയിട്ട് പൊരുതാൻ വന്നതാണ്. ഇതെന്റെ അരിയും ബേസിലാണ് കേട്ടോ. മലേഷ്യൻ ജനത ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെടുന്ന ബേസിലൂടെ ഫോട്ടോ. പുള്ളിക്ക് ഇച്ചിരി ജാടയാണ് കേട്ടോ. പുള്ളിക്ക് ഫോട്ടോ അങ്ങോട്ട് തൃപ്തിയാവണില്ല. ഫോട്ടോ അരച്ച് 2 നേരം 3 നേരം കഴിച്ചു. അല്ല, ഗ്രാമപ്രദേശങ്ങൾ നമ്മൾ കൊണ്ടുപോയില്ല, അവിടെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട്. ഈ ബിൽഡിങ് ഞങ്ങൾ കാണിച്ചായിരുന്നോ നോക്കുന്നില്ല. ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ അവിടെ സിഗ്നലൊക്കെ ഉള്ളൊരു റോഡാണ് ഇത്. ഇവിടെ വണ്ടിയൊന്നും പോകാൻ പറ്റത്തില്ല എന്നുള്ളൂ, കെട്ടിയിട്ടേക്കുക. നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരു സ്ഥലമാണ്.
ബാങ്ക് ഉണ്ട്, മെയ് ബാങ്ക്. ഇതാണ് മെയ് ബാങ്ക്. ആ നമ്മൾ ഇതിലും കണ്ട് പോകുന്നു. ഇത് ഫുൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റ് പോലെ ഉണ്ടല്ലോ. മെർച്ചന്റ് ട്രേഡ്, പബ്ലിക് ബാങ്ക്. നമ്മൾ സിഗ്നലിൽ പെട്ടു. ഗായ്സ്, നമ്മളിപ്പോൾ KL ടവറിൻ്റെ അവിടെയാണ്. കണ്ടോ KL ടവർ? ഭയങ്കര ചെറുതല്ലേ, ഹൈറ്റേ ഇല്ല ഇതിന്. ഓ, ഇവിടെ ഭയങ്കര വെയിലാട്ടോ, ഒട്ടും പറ്റുന്നില്ല, നല്ല വെയിൽ. ഞാനാണെങ്കിൽ ഹാറ്റ് കൊണ്ടുവന്നു, പക്ഷെ എടുത്തുമില്ല, റൂമിൽ തന്നെ ഇരിക്കുക. കാണുന്നുണ്ടോ എന്നെ? എന്താ ഇതിനെപ്പറ്റി പറയാം, എനിക്കറിയില്ല. KL ടവറിന് വല്ല സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിലും ഇതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല, അത് വേറെ. എനിവേസ്, നമുക്കെല്ലാം ഇത് ആസ്വദിച്ച് പോകും. ബേസിലിനെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ബേസിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഓ, ഞാൻ സൺഗ്ലാസ് എടുത്ത് ബാഗ് അതുകൊണ്ട് എടുത്തില്ലായിരുന്നല്ലോ, ആകെ തൊലഞ്ഞ് സീനായാണ്. ഈ KL ടവറിൻ്റെ അടിയിലൊരു കഫേ ഉണ്ട്. നമ്മൾ ആ കഫേയിലോട്ടാണ് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഇവിടുത്തെ നാഷണൽ ഡേ ആയിരുന്നു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് അങ്ങനെ വലിയ ക്രൗഡൊന്നും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഇന്ന് സൺഡേ ആണ്. പക്ഷെ ഓക്കെ, കുഴപ്പമില്ല. ഇതുണ്ട് ഇവിടുത്തെ ഓടെ. നമ്മൾ ജസ്റ്റ് മുകളിൽ കയറുന്നില്ല. നമ്മൾ അത് കയറാൻ ഭയങ്കര പാടായിരിക്കും, കുറേ നടക്കാനൊക്കെ ഇല്ല. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ചുറ്റും വാക്ക് അറൗണ്ട് ചെയ്തിട്ട് വിചാരിച്ചു. ഭംഗിയൊന്നുമില്ല, എനിക്കില്ല. കൈ കഴിച്ചു തുടങ്ങി. ബ്ലോഗൊക്കെ എടുത്ത് ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. എന്തൊക്കെ ഞാൻ എടുക്കാൻ എല്ലപ്പോഴും എടുക്കുന്നത് ഞാൻ പഠിച്ചു. ബസ് വരുന്നുണ്ട്. മൈ സിസ്റ്റർ ഡ്രസ്സ് കൊള്ളാം അല്ലേ? ആ, ഡ്രസ്സിനെ പറ്റി 2 വാക്ക്. കാണുന്നില്ല മാഡം, ഇങ്ങോട്ട് വല്ലതും നിൽക്കുമോ? എൻ്റെ സൗണ്ട് അടഞ്ഞു തുടങ്ങി. ബേസ് വരുന്നില്ലേ എമ്മി? ഓക്കെ, പറഞ്ഞോളൂ. ഡിസൈനർ ഇതാണ് കേട്ടോ. അതെ, സ്റ്റിച്ച് ചെയ്തതോ? ഡിസൈൻ ഞാൻ എന്നെ ഇട്ടേക്കുന്ന ഡ്രസ്സ് ആരോ ഡിസൈൻ ചെയ്തു, ആരോ തയ്ച്ചു, ഞാൻ ഇടുന്നു. അപ്പോൾ ഏതോ ചോക്കോ ടവറിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് കയറി നോക്കാം. ഐ തിങ്ക് ഇത് ചോക്ലേറ്റ് ഫാക്ടറി പോലെ ഒരു ഔട്ട്ലെറ്റാന്ന് തോന്നുന്നു. മേ ബി ഇവിടെ എക്സ്പെൻസീവ് ആയിരിക്കത്തില്ല അമ്മി, കാരണം ചോക്ലേറ്റ്സ് നോക്കാം. ഇതാണ് ചോക്കോ ഫാക്ടറി. ഇവിടെ ചുങ്കുടുവിൻ്റെ ഫാദർ കിങ്കുടു, ഇത് അമ്മ മിക്കുടു, ഇത് എന്തെങ്കിലും കുക്കുടു, ഞാൻ ചക്കുടു. ചക്കുടുവിനെ ഇത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ എന്നെ കാണാൻ പറ്റുള്ളൂ.
ഇതൊക്കെ ഞാൻ വെറും എൻ്റെ ഫോണിൽ മാത്രം ഒതുക്കുമെന്ന് തോന്നുന്നു. യൂട്യൂബിലൊക്കെ ഇടുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ഞാൻ കാരണം എഡിറ്റ് ചെയ്യണം, എഡിറ്റിങ് അറിയത്തില്ല. എവിടെയാ ചായ ഇടുന്നത്? വാ ബേസിൽ വാ. ബേസിന്റെ വീഡിയോ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്, നീ അത് കട്ട് ഷോട്ട് ചെയ്തിട്ടെടുത്തോ. ജസ്റ്റ് നമുക്ക് അവിടെ വരെ ഒന്ന് കയറി നോക്കാം. ലെറ്റ്സ് സീ വാട്ട്സ് ഇൻസൈഡ്. ഞാൻ മലേഷ്യ വന്നിട്ട് അധികം ഫാനൊന്നും കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് ഒന്ന് കാണുന്നത്. കാരണം ഞങ്ങളുടെ റൂമിൽ ഫാൻ ഇല്ല, AC ആണ്. സാധാരണ നമ്മളൊക്കെ നാട്ടിൽ എനിക്കറിയില്ല എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ എന്ന്, ഫാനും AC-കളും ഉണ്ടാവുമല്ലോ. ഇവിടെ വന്നതിന് ഒരു ഫാനും കണ്ടില്ല. ഞങ്ങൾ 2 ഹോട്ടലിൽ, ആദ്യത്തെ ഹോട്ടലും കണ്ടില്ല, ഇവിടെയും കണ്ടില്ല. ഇപ്പോഴത്തെ ഹോട്ടൽ അടിപൊളി, കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. പക്ഷെ ആദ്യത്തെ ഹോട്ടൽ അത്ര എക്സ്പെൻസീവ് അല്ല, എന്തെങ്കിലും കൂടിയും കണ്ടില്ല. ആ പപ്പ എനിക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാം കോഫിയൊക്കെ. Wow, what is this? Super. അത് വരുന്നുണ്ട്. പപ്പ ചേട്ടൻ വിളിക്കുന്നുണ്ട്. എല്ലാത്തിന്റെ സാമ്പിളും വരണം. ഹായ് ഗായ്സ്, നമ്മള് ഇന്ന് നമുക്ക് ഉച്ച വരെ 3 മണി വരെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ സൈറ്റ് വിസിറ്റ്. നാളെയാണ് മെയിൻ ദിവസം. കുറച്ച് സ്ഥലം കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഞങ്ങൾ നിന്ന് അപ്പാർട്ട്മെൻ്റാണ് ഇതാ കാണുന്നത്. ഓക്കെ, ഞങ്ങൾ നിന്ന് അപ്പാർട്ട്മെൻ്റാണ് ആക്സോൺ ഇതാ കാണുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് വെറുതെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞങ്ങൾക്ക് 3:30 ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നാളെയാണ് ബാക്കിയല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ച് സ്ട്രീറ്റൊക്കെ ഒന്ന് പോവാം. സ്ട്രീറ്റ് അല്ലാതെ ശരിക്കും പറഞ്ഞൊരു സെൻറ്റർ ഓഫ് ദ ടൗണിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത്. സോ സെഫോറ അങ്ങനെ കുറേ ബ്രാൻഡഡ് സ്റ്റോഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നമുക്ക് നടന്ന് നമുക്കതെല്ലാം കണ്ട് വരാമെന്ന് വിചാരിച്ചു. അതാ ഞങ്ങളെല്ലാവരും നടക്കുകയാണ്. ഗൂഗിൾ മാപ്പിലെത്തിയപ്പോൾ ജസ്റ്റ് അറൗണ്ട് ഒരു കുറച്ച് നടക്കാനുള്ളതൊക്കെ ഉള്ളൂ കണ്ടു. ഞാൻ നടക്കുകയാണേ. മമ്മി എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ഫാമിലി ഫുള്ളുണ്ട്. നടന്നിറങ്ങി പോവാണ്. എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ നേരെ പോയിട്ട് ലെഫ്റ്റിലോട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല, പപ്പ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്ന് ഇതിലേക്ക് നടന്നു പോയായിരുന്നു. പപ്പ പറഞ്ഞു ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സെഫോറ വാങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വാങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. വാങ്ങാൻ പറ്റുമെന്നല്ല, ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുമെന്ന് അറിയില്ല. ആൻഡ് നമുക്ക് നോക്കാം, ഉണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ ഇല്ല ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ സെയിലൊക്കെ വരുമ്പോഴല്ലോ വാങ്ങാം. ഇവിടെ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ നമുക്കൊരു 200-300 രൂപ വ്യത്യാസമുള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾക്ക് ഇന്ത്യയിലും സെഫോറയിലും. പിന്നെ ചിലർ പറഞ്ഞു സെഫോറയിൽ 15% ഓഫറുണ്ട് ഇഫ് യു ടൂറിസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ അങ്ങോട്ട് നോക്കി, ഇതാ കാണുന്നുണ്ട് നിങ്ങൾ ഒരു പാണ്ട. ഇവിടെ എനിക്കൊരു പാണ്ട സംതിങ് റിലേറ്റഡ് ടു വെരി ഫേമസ്. കാരണം പാണ്ട കുറേ സ്ഥലങ്ങൾ കാണാം. ഞാനിനി കൈ വേദന എടുക്കുന്നു. ഞാനങ്ങനെ സെഫോറ കണ്ടുപിടിച്ചു. ഇതാണ് സെഫോറ.
I'm first time in Sephora. ഹായ് ഗായ്സ്, അപ്പം ഇങ്ങനെ ഇന്നും ഡേ 2 ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഡേ 2 പ്രത്യേകിച്ചൊന്നും ഞാൻ അധികം ചെയ്തിട്ടുണ്ടായില്ല. ആകെ ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഇൻഡിപെൻഡൻസ് സ്ക്വയർ, പിന്നെ തമൂൺ ടാഗു എന്ന് പറഞ്ഞിട്ടൊരു മോണ്യുമെൻറ്റ്, പിന്നെ എന്തെന്നാ KL ടവർ, രാവിലെ വേറെ എന്തിനും കൂടെ പോയല്ലോ, ഇതായിരുന്നു കിങ് പാലസ്. അത്രേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പൂളിൽ ഞങ്ങൾ പോയായിരുന്നു. അത് ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള പൂളിൽ ആ വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ നൈറ്റ് സഫോറയിൽ പോയി. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. എന്നും പുറത്തുനിന്ന് കഴിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട്. ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിന്ന് ആകെ അവിടെ ഒരു കോഫി ഉണ്ടാക്കി, വേറെ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കാര്യം പറഞ്ഞാൽ എല്ലാ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള. ഇന്നത്തെ ദിവസവും ഇവിടെ തീരാൻ പോവാണ്. അയ്യോ, അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ. ഡേ 3 ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എടുത്താൽ മതിയായിരുന്നു. ബൈ, ഗുഡ് നൈറ്റ്.